ഭാര്യയും ഭർത്താവും കൂടി ക്ലിനിക്കിലേക്ക് വന്നതാണ്. അവർ ഏകദേശം ഡിവോഴ്സിൻ്റെ പക്കത്തൊക്കെയാണ്. വീട്ടിലാകെ പ്രശ്നമാണ്. രണ്ടാളും ഒരു തരത്തിലും ഒത്തുപോകണില്ല. ഭർത്താവിനെ അകത്ത് കയറ്റിയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞത് ഭാര്യയായിട്ട് തീരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണില്ല, ഞാൻ പറയുന്ന രീതിയിലൊന്നുമല്ല നിൽക്കുന്നത് എന്നുള്ളതും, അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഓള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയില്ല, തീരെ ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലാണ് എപ്പോഴും പെരുമാറുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞപ്പം ആദ്യം പറഞ്ഞു നേരത്തിന് എണീക്കൂല, എണീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 6:30-7 മണിയൊക്കെ ആവും, രാത്രി കിടക്കുന്ന സമയത്ത് വിരിപ്പൊന്നും ഒന്ന് തട്ടി വിരിക്കൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ. അതിൽ ഏറ്റവും ഭയങ്കര രസകരമായിട്ട് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂത്ത് ബ്രഷ് പേസ്റ്റ് എടുക്കുന്ന സമയത്ത്, നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പേസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ വൈഫ് നടുവിൽ നിന്നിട്ടാണ് പ്രസ് ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊക്കെ ചിലപ്പോൾ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് മുകളിൽ നിന്നൊക്കെ ആയിരിക്കും പ്രസ് ചെയ്തെടുക്കുക. അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് താഴത്തുനിന്ന് പ്രസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. എന്നാൽ പോലും എവിടെ നിന്ന് പ്രസ് ചെയ്താലും പേസ്റ്റ് വന്നാൽ മതി എന്നുള്ളതൊക്കെയാണ് ഒരു കണക്ക്. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ നടുവെന്നാണ് പ്രസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ ഭാഗമാണ്. പിന്നെ രാത്രി പറഞ്ഞതുപോലെ വിരിപ്പ് ഒന്നും തട്ടി വിരിക്കൊന്നുമില്ല. രാവിലെ എണീച്ചാൽ ചിലപ്പോഴൊക്കെ അതേപോലെ എണീച്ചു പോകും, ചിലപ്പോൾ മടക്കി വെക്കാതൊക്കെ എണീച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അച്ചടക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകളാണ് ഭർത്താവ് പറഞ്ഞത്. അപ്പോൾ ഭാര്യനോട് ചോദിച്ചപ്പം, ഭാര്യനെ എടുത്തിട്ട് സംസാരിച്ചപ്പം പറഞ്ഞു, മൂപ്പർക്ക് എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്ഷനിസം ആണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഒന്ന് അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ദേഷ്യം പിടിച്ച് കച്ചറയും വഴക്കൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളതൊക്കെയാണ് പറയാം. ഉദാഹരണത്തിന് നേരത്തെ ഈ പേസ്റ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നടുവെന്ന് പ്രസ് ചെയ്താൽ എന്താ ചോദിക്കുമ്പോൾ പറയും, അതെന്തിനാ അവിടുന്ന് പ്രസ് ചെയ്യണേ, താഴത്തുനിന്ന് പ്രസ് ചെയ്താൽ പോരെ, അതാണല്ലോ അതിൻ്റെ ശരിയായ രീതി എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ചെറിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കച്ചറയിലേക്ക് പോകും, അടിയാവും, പ്രശ്നമാവും. അന്നത്തെ ദിവസം മുഴുവൻ അലമ്പാകും. പിറ്റേ ദിവസം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഭാര്യ പരമാവധിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാൻ നോക്കും. പക്ഷേ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അതുപോലെ ആക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ആകെ പ്രശ്നമാകും, അടിയാകും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. അങ്ങനെയാണ് ഇവർ ക്ലിനിക്കിലേക്ക് എത്തുന്നത്. ശരിക്കും ഈ ഭർത്താവിന് OCPD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. എൻ്റെ പേര് ഫർഹാൻ, കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. OCD എന്ന് പറയുന്ന പ്രശ്നത്തിനെ കുറിച്ച് ഒരു 2-3 വീഡിയോയിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ OCD എന്ന് പറയുന്നത് 2 ഭാഗങ്ങളുള്ള, അഥവാ ഒബ്സഷൻ അതുപോലെ തന്നെ കമ്പൽഷൻ എന്ന് പറയുന്ന 2 ഭാഗങ്ങളുള്ള ഒരു പ്രശ്നമാണ്. അതിൽ ഒബ്സഷൻ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത എന്തോ ഒരു ചിന്ത തലയിൽ കയറിയിട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കൈ കഴുകിയത് ശരിയായില്ല, അയക്ക് പിന്നെയും ഉണ്ട് എന്ന് വെറുതെ തോന്നുന്നു. ശരിക്കും അയക്ക് കയ്യിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ വെറുതെ അങ്ങനെ തോന്നുന്നു. ആ തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര ഒരു ഇടങ്ങാറ് ഫീൽ ചെയ്യുന്നു, ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നു. അത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ആങ്സൈറ്റി ഇല്ലാതാക്കാൻ, ഈ ഒരു ഇടങ്ങാറ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ചെയ്തിട്ടുള്ള കാര്യം, അഥവാ അയക്കില്ലെങ്കിൽ പോലും പിന്നെയും കഴുകേണ്ടി വരുന്നു, പിന്നെ ഇടങ്ങാറുണ്ടാവുന്നു. അങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന, ഇപ്പം കൈ കഴുകുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു 20 വട്ടം കൈ കഴുകേണ്ടി വരുന്ന, പൈസ എണ്ണുന്ന കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം എണ്ണേണ്ടി വരുന്ന, ലോക്ക് ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് വീണ്ടും പോയി ലോക്ക് ചെയ്യേണ്ടി വരുന്ന, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു ഡിസോർഡറാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്ന, ഉത്കണ്ഠ രോഗങ്ങളുടെ തായിൽ വരുന്ന ഡിസോർഡറാണ് OCD എന്ന് പറയുന്നത്. ഇത് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാവുന്ന സമയത്താണ് ഇത് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൽ തമ്മിലുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത്, OCD ആയിട്ട് ഒരു ഒബ്സഷൻ വരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഈ ചെയ്യുന്ന ആൾക്ക് മിക്കവാറും സമയങ്ങളിലൊക്കെ ബോധം ഉണ്ടാവും, ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇങ്ങനെ ശരിക്കും കയ്യിൽ അയക്കായിട്ടുണ്ടെങ്കിൽ 2 വട്ടം കഴുകിയാൽ തന്നെ അയക്ക് പോകും, പിന്നെയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, ഈ ചിന്ത പിന്നെയും വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുകയും ഇതുകൊണ്ടുള്ള എടങ്ങാറ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ ബുദ്ധിമുട്ടിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും OCD ഉള്ള ആളുകൾ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത് ആങ്സൈറ്റി എന്ന് പറയുന്നൊരു ഘടകമാണ്. ചിന്തകൾ പലതും നമുക്ക് പല രീതിയിലും വരും. പക്ഷേ ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഹാർട്ട് ബീറ്റ് കൂടുക, കൈയും കാലും തളരുന്നത് പോലെയാവുക, തലയ്ക്ക് എന്തോ കനം തോന്നുക, ചിലപ്പോൾ
ചില ആളുകൾക്കൊക്കെ ഭയങ്കര തലവേദന ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുക, എന്നിട്ട് അത് ചെയ്യാൻ വീണ്ടും നിർബന്ധിതരാവുന്ന ഒരവസ്ഥയാണ്. ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ നിർബന്ധിതരാവുന്ന ഒരവസ്ഥയാണ് OCD എന്ന് പറയുന്നത്. പക്ഷേ ഇത് OCPDയിലേക്ക് വരുന്ന സമയത്ത്, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഈ ഒബ്സഷൻ ഉണ്ടാവും. അതായത് ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുക്കൊക്കെ നിലത്ത് വെക്കുന്ന സമയത്ത് അത് നേരെ ആയില്ല, അത് നേരെ വെക്കണം എന്നുള്ള ഒബ്സഷൻ ഉണ്ടാവും. ഈ ഒബ്സഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും, അത് നേരാക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് നേരെ എടുത്ത് വെക്കുകയും ചെയ്യും. അതായത് ഒബ്സഷനുണ്ട്, ഒബ്സഷൻ അനുസരിച്ചുള്ള കമ്പൽഷൻ ഉണ്ട്. കമ്പൽഷൻ എന്ന് പറയുന്നത് ഈ ഒബ്സഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് കമ്പൽഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ചിന്തകൾ വരുന്നുണ്ട്, ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് OCDയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാണ്, എങ്ങനെയാണ് വേറിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, OCD ഉള്ള ആളുകൾക്ക് ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ ധാരണയുണ്ടാവും ഈ ഒബ്സഷൻ തെറ്റാണ്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും ഇതിനനുസരിച്ച് നമ്മളുടെ ഒരു പ്രവർത്തനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ എട്ടങ്ങാറ് സഹിക്കാൻ വയ്യാതെയാണ് ചെയ്യുന്നത്, ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഇത് OCPDയിലേക്ക് വരുന്ന സമയത്ത് ഈ OCPD ഉള്ള ആളുകൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, അത് തന്നെയാണ് ചെയ്യേണ്ട ശരിയായിട്ടുള്ള ഒരു രീതി, അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് അയാൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം, നമ്മളെ ചുറ്റുമുള്ള ആളുകളും ചെയ്യേണ്ടത് അതുപോലൊക്കെ തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും. ഇതാണ് OCPDയുടെ ഒരു പ്രത്യേകത. ഇനി OCDയിൽ ഉണ്ടാവുന്ന ഒബ്സഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ചില സാധനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചെയ്തത് ശരിയായില്ല എന്നുള്ള തോന്നലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ള തോന്നലൊക്കെ ആണെങ്കിൽ OCPDയിലുള്ള ഒബ്സഷൻസ് അല്ലെങ്കിൽ ചിന്തകൾ എന്ന് പറയുന്നത് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള സാധനങ്ങളായിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ളതിനേക്കാൾ കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ചിന്തയായിരിക്കും. ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ബുക്ക് വെക്കുന്നത് ഇവിടെ ആയിരിക്കണം, വാട്ടർ ബോട്ടിൽ വെക്കുന്നത് ഇവിടെ ആയിരിക്കണം, രാവിലെ എണീക്കുന്നതിൻ്റെ സമയത്തായിരിക്കണം, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒക്കെ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് വിരിപ്പൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ടാവണം, പൊടിയൊന്നും ഉണ്ടാവാൻ പാടില്ല, ചുളിവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പെർഫെക്ഷൻസ് ഒക്കെയാണ് OCPD ഉള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയാൾ മാത്രം പെർഫെക്റ്റ് ആയാൽ മതിയാവില്ല, ചുറ്റുപാടുള്ള ആളുകൾ, അയാൾ ജീവിക്കുന്ന സ്ഥലത്ത് ചുറ്റുള്ള ആളുകൾ മുഴുവൻ അയാൾ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. അയാളുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾ മുഴുവൻ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും. ഇതേ സാധനമാണ് നേരത്തെ ആദ്യം പറഞ്ഞിട്ടുള്ള കേസിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് OCPD ഉള്ളത് കാരണം അയാൾ പേസ്റ്റിൻ്റെ ബോട്ടിൽ നിൽക്കുന്നത് താഴ്ത്തുന്നതാണ്, അതാണ് ശരിയായിട്ടുള്ള രീതി എന്നുള്ളതാണ് അയാൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളും അതുപോലെ തന്നെ ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഫ്രസ്ട്രേഷനും ദേഷ്യവും വരും. രാവിലെ 5 മണിക്ക് എണീക്കണം എന്നുള്ളതാണ് അയാൾ വിശ്വസിക്കുന്നത്. എത്ര ക്ഷീണമാണെങ്കിലും 5 മണിക്ക് എണീക്കണം, അതല്ലാതെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് പാത്രം കഴുകിയിട്ട് വെറുതെ വെച്ചാൽ പോരാ, അത് തുടച്ചിട്ട് ആ ട്രാക്കിൽ കറക്റ്റായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് OCPD എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ടൂത്ത് ബ്രഷ് പ്രസ് ചെയ്യുന്നത് മുതൽ ഡോറ് തുറക്കേണ്ട രീതികൾ ഉണ്ടാവും, രാവിലെ ഏത് സമയത്ത് ജോലിക്ക് പോകണം എന്നുള്ളതുണ്ടാവും, എപ്പോൾ തിരിച്ചു വരണം എന്നുള്ളതുണ്ടാവും, വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതുണ്ടാവും, ഷൂ ഉരിയിട്ട് എങ്ങനെ വെക്കണം എന്നുള്ളതുണ്ടാവും, കിടക്ക എങ്ങനെ വിരിക്കണം എന്നുള്ളതുണ്ടാവും. ഇങ്ങനെ സകലമാന സാധനങ്ങളിലും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള റൂളുകളുണ്ടാവും. റൂളുകൾ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര പെർഫെക്ഷനായിട്ട് അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാവും. മറ്റുള്ളവർ കേൾക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വാശിയാണ് എന്നുള്ളതൊക്കെ തോന്നാമെങ്കിലും ഇവർക്കത് അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര ബുദ്ധിമുട്ടും തന്നെയാണ്. OCDയിലുള്ളതുപോലെ ഈ ഒബ്സഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഒരു തരത്തിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടാണ്, ചുറ്റുമുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അയാളുടെ സോഷ്യൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും വർക്ക് ലൈഫിനെയും ഒക്കെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആങ്സൈറ്റി ഡിസോർഡറുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇതൊരു പ്രശ്നമാണ്, ചികിത്സിച്ച് മാറ്റേണ്ട ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, ഇതുകൊണ്ട് നടക്കാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല അവർക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അത് പറഞ്ഞു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാലും അവർക്കത് ബോധ്യപ്പെടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പേസ്റ്റ് നടുന്ന് പ്രസ് ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുക അങ്ങനെ പ്രസ് ചെയ്യേണ്ടല്ലോ, താഴത്തുനിന്നാണല്ലോ പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. രാവിലെ 7 മണിക്ക് കുറച്ച് വൈകി എണീച്ചാൽ എന്താണ് പ്രശ്നം എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം 5 മണിക്ക് എണീക്കണം, എന്നാലാണ് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
അപ്പോൾ ഈ രീതിയിലുള്ള പെർഫെക്ഷൻസ് ഉണ്ടാവുകയും അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷനും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് OCPDയുടെ പ്രത്യേകത. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു കാരണവശാലും അവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ OCPDയുടെ ലക്ഷണങ്ങളാവാം. ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഈ OCPDനെ മാനേജ് ചെയ്തിട്ട് ഈ പെർഫെക്ഷനിസം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു നോർമൽ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ആക്കാൻ പറ്റും. വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.